മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു. മമ്മൂക്ക സിനിമകൾക്ക് ഇനിയൊരു ചലനം മലയാള സിനിമയിൽ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നിരവധി വിമർശനങ്ങൾ കഴിഞ്ഞ 2011 മുതൽ ഇങ്ങോട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്. മാത്രമല്ല, മമ്മൂട്ടി ഫാൻസിന്റെ എണ്ണം അനുദിനം കുറയുന്നു, തിയേറ്ററുകളിൽ ആളെ എത്തിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിലും സംസാരമുണ്ടായിരുന്നു കേരളത്തിൽ. എന്നാൽ തിരിച്ചുവരവിന്റെ സൂചനകൾ എന്നും നൽകിയിട്ടുള്ള മമ്മൂക്ക പത്തേമാരി, മുന്നറിയിപ്പ്, വർഷം എന്നീ ചിത്രങ്ങളിലൂടെ മടങ്ങി വരുന്നതിനുള്ള തിരികൊളുത്തി. ഒരിക്കൽ കൂടി മലയാളത്തിന് ചരിത്ര വിജയം സമ്മാനിക്കാൻ കസബയിലൂടെ സാധിച്ചപ്പോൾ അങ്ങനെയൊന്നും താൻ തളർന്നു പോകുന്ന ഒരു പ്രതിഭയല്ല എന്ന് മലയാളത്തിന്റെ നടന വിസ്മയം തെളിയിച്ചിരിക്കുന്നു. മലയാളത്തിലെ തന്നെ സമീപകാല ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ എല്ലാം തകർത്തെറിഞ്ഞ ചിത്രമായി മാറി കസബ. യൂട്യൂബിലും ബോക്സ് ഓഫീസിലും കസബ ഒരുപോലെ ഹിറ്റായി. ഒപ്പം പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ ടീസർ കാഴ്ചകളെ ഒരുപാട് ദൂരം പിന്നിലേക്ക് മാറ്റി നിർത്താനും കസബയ്ക്ക് സാധിച്ചു. 2.48 കോടിയുടെ ഗ്രോസ് ബോക്സ് ഓഫീസ് കളക്ഷൻ കസബ നേടിയപ്പോൾ തകർന്നു വീണത് സമീർ താഹിർ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമായ കലി ആയിരുന്നു. കലിക്കും കസബയ്ക്കുമിടയിൽ അന്തരം ഒരുപാടുണ്ട്. കസബയാണ് എന്നും മുന്നിൽ, ഇനിയൊന്ന് വരും വരെ. കസബയിൽ ഞാൻ സബ് ഇൻസ്പെക്ടർ മുകുന്ദനാണ്. എന്റെ കഥാപാത്രത്തിന്റെ പേര് അർജുൻ എന്നാണ്. അന്വേഷണമാണ് ഈ ചിത്രം, ഒരു കേസ് അന്വേഷണം. എന്റെ ഫാദറിന്റെ മകനായിട്ട് തന്നെയാണ് സിനിമയിലും അഭിനയിക്കുന്നത്. നല്ല ചെറുപ്പക്കാരൻ നിധിൻ, ഞങ്ങളെല്ലാം അച്ചു എന്നാണ് വിളിക്കുന്നത്.